ശ്രീ എൻ ശ്രീകുമാർ, അയ്യപ്പ ഭക്ത സംഗമത്തിന്റെ ഈ ആർഭാട സംഗമം എന്ന് തെളിയിക്കുന്ന കൂടുതൽ കൂടുതൽ കണക്കുകൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ഒരു ദിവസത്തെ ഭക്ഷണത്തിന് വേണ്ടി മാത്രം ചെലവാക്കിയത് 21 ലക്ഷം രൂപ. ആ ഭക്ഷണം എവിടെ പോയെന്ന് നമുക്കറിയാം. അവിടെ അത് കഴിക്കാൻ ആളില്ലാതെ അവിടെ കുന്നുകൂടിയിട്ട് ആ ഭക്ഷണം മുഴുവൻ നശിപ്പിച്ച് കളയുന്ന അതീവ ദുഃഖകരമായ ദൃശ്യങ്ങളൊക്കെ അന്ന് പുറത്തു വന്നതാണ്. വളരെ കൃത്യമായി ശ്രീ ആർ വി ബാബു ചൂണ്ടിക്കാട്ടി, ഇത് അയ്യപ്പ ഭക്തരോടുള്ള സ്നേഹമല്ല. യഥാർത്ഥത്തിൽ ഈ വോട്ട് ബാങ്കിലൊക്കെ ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ മറികടക്കാൻ ഒരു സംഗമം അങ്ങ് നടത്തിയേക്കാം. അതും ആർഭാട സംഗമം നടത്തി എന്തൊക്കെയോ ശബരിമലയ്ക്ക് വേണ്ടി, അയ്യപ്പന് വേണ്ടി, അയ്യപ്പ ഭക്തർക്ക് വേണ്ടി എന്തൊക്കെയോ ഇങ്ങനെ നടത്തുന്നു എന്നൊരു കാണിച്ചുകൂട്ടൽ മാത്രമായിരുന്നു. പക്ഷേ ഈ പൈസ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് എടുക്കില്ല എന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. പക്ഷേ വളരെ കൃത്യമായി സർക്കാരിൽ നിന്ന് തന്നെയാണ് ഈ പണം പോയിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. എങ്ങനെയാണ് ഈ ആർഭാടത്തിൻ്റെ കണക്കുകൾ കൂടി പുറത്തു വരുമ്പോൾ അങ്ങയുടെ പ്രതികരണം? നോക്കൂ ശ്രീമതി നീലിമ, ഈ അയ്യപ്പ സംഗമം നടത്തുമ്പോൾ തന്നെ അത് എന്തിനാണ് ഗവൺമെന്റ് നടത്തുന്നതെന്ന ചോദ്യം ഉന്നയിക്കപ്പെട്ടിരുന്നു. കാരണം ശബരിമലയിലത്തെ വികസനങ്ങളാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതൊരു ഹാളിൽ മാത്രം നടത്താവുന്ന കാര്യമേ ഉള്ളൂ. ഒന്നുകിൽ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കൊച്ചിയിലോ അത് നടത്താമായിരുന്നു. പക്ഷെ പമ്പയിൽ വിശ്വാസികളായ ഭക്തരെ സംഘടിപ്പിച്ചുകൊണ്ട്, വിശ്വാസികളെയും ഭക്തരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു സംഗമം നടത്തി. ഒരു 4 മണിക്കൂർ കൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രസംഗവും ദേവസ്വം മന്ത്രിയുടെ പ്രസംഗവും ഒക്കെ കഴിഞ്ഞ് 4 മണിക്കൂർ കൊണ്ട് ശബരിമലയുടെ വികസനത്തിന് 18 പേരെ തിരഞ്ഞെടുത്തു. എന്നിട്ട് ആ 18 പേരെ തിരഞ്ഞെടുത്തിട്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ പിന്നീട് നമ്മൾ കേട്ടത് മുഴുവൻ ശബരിമല ശാസ്താവിന്റെ സ്വർണം കൊള്ളയടിക്കപ്പെട്ട കാര്യമാണ്. അപ്പൊ അയ്യപ്പ സംഗമം അതോടെ പോയി. അയ്യപ്പ സംഗമം നടത്തിയതിനേക്കാൾ വാർത്താ പ്രാധാന്യം കിട്ടിയത് അവിടുത്തെ സ്വർണ്ണ കൊള്ളയും CPM-മായി ബന്ധമാണ്. 6 ഗവൺമെന്റ് 1999 മുതൽ ഭരിച്ചു. സർക്കാരിനെ ഈ 6 ഗവൺമെന്റ് ഞാൻ പറയാൻ കാരണം, കോടതിയാണല്ലോ ശബരിമലയിലത്തെ ഈ സ്വർണ്ണപ്പാളി വിവാദത്തിലെ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അന്ന് കോടതി പറഞ്ഞു 1999 തൊട്ടുള്ള ദേവസ്വം ബോർഡിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ. 99 തൊട്ട് 2025 വരെ 6 ഗവൺമെന്റ് ആണ് കേരളം ഭരിച്ചത്. അതിൽ 4 ഗവൺമെന്റും LDF ഗവൺമെന്റ് ആണ്. ഈ 6 ഗവൺമെന്റുകളുടെ കാലത്ത് വന്ന ദേവസ്വം ബോർഡുകളാണ് ഈ ശബരിമല ശാസ്താവിന്റെ സ്വർണം കൊള്ളയടിച്ച കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. അതിലെ ഒരു ദേവസ്വം പ്രസിഡന്റ് 3ാം പ്രതിയായി അറസ്റ്റിലായി, ജയിലിലായി. 8ാം പ്രതി എന്ന് പറയുന്നത് പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡാണ്. അപ്പൊ ശബരിമല ധർമ്മശാസ്താവിന്റെ പേരില് പമ്പയിൽ അയ്യപ്പ സംഗമം നടത്തിയപ്പോഴേ ഈ CPM-ഉം കമ്മ്യൂണിസ്റ്റുകളും ഒക്കെ വിചാരിച്ചത് അയ്യപ്പ ഭക്തന്മാരെല്ലാം തങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്നു എന്നുള്ളതാണ്. അവിടെ നിലവിളക്ക് കൊടുത്തി, അവിടെ വിഗ്രഹവും വിളക്കും വെച്ചിട്ടൊക്കെയാണ് അയ്യപ്പ സംഗമം നടത്തിയത്. ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ വിഗ്രഹവും വിളക്കും ഒന്നും വേണ്ടല്ലോ. അത് ഗവൺമെന്റിനെ അതിനാണ് തിരഞ്ഞെടുക്കുന്നത് ജനങ്ങള്. ദേവസ്വം ബോർഡിനെ ഗവൺമെന്റ് നിയോഗിക്കുന്നത് അതിനു വേണ്ടിയാണ്. അത് അവരുടെ ഓഫീസ് റൂമിലിരുന്ന് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. നേരത്തെ ശ്രീ ബാബു പറഞ്ഞ പോലെ മുമ്പുണ്ടായിരുന്ന മാസ്റ്റർ പ്ലാനൊക്കെ എവിടെ പോയി? ഇനി അതൊന്നും മാസ്റ്റർ പ്ലാനിന്റെയും ആവശ്യമില്ല. സത്യത്തിൽ അവിടെ കാലാകാലങ്ങൾ, അതായത് സീസൺ കാലത്ത് ശബരിമലയിൽ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഇപ്പൊ നീലിമ പറഞ്ഞ പ്രകാരമാണെങ്കിൽ എനിക്കറിയില്ല, പമ്പയിൽ ശൗചാലയങ്ങളൊന്നും തുറന്നിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഇടതുപക്ഷ പ്രതിനിധി ശ്രീ സതീശ് പറഞ്ഞത് നാളെ കുറച്ചുപേരല്ലേ വരുന്നുള്ളൂ എന്നുള്ള. ആ കുറച്ചുപേര് വരുന്നവർക്ക് അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കണ്ടേ? കുറച്ചുപേര് വന്നാലും കൂടുതൽ പേര് വന്നാലും തീർത്ഥാടന കാലമായാലും പ്രാഥമിക ആവശ്യം നിർവഹിക്കേണ്ടത് ഒരു ശരാശരി മനുഷ്യന്റെ കടമയല്ലേ? അതൊരു പ്രകൃതിദത്തമായ കാര്യം നിർവഹിക്കാനുള്ള സംവിധാനം ഗവൺമെന്റ് ഉണ്ടാക്കി കൊടുത്തതിന് പിന്നെ എന്ത് വികസനമാണ് അവർ ഉദ്ദേശിച്ചത്? നിങ്ങൾ ശബരിമലയുടെ ആ അയ്യപ്പ സംഗമം വിട്ടുകളയോ? അത് ഞാനത് ഗൗരവത്തിൽ അന്നും എടുത്തിട്ടില്ല, ഇന്നും എടുക്കുന്നില്ല. അന്ന് ഒരു കാര്യം ഞാൻ പല ചർച്ചകളിൽ ശ്രീ ബാബു ഉണ്ടായിരുന്നു എൻ്റെ ഒപ്പം, ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, തീർത്ഥാടക സംഗമം എന്ന് പറയുമ്പോൾ അവർ തീർത്ഥാടകരാവണം, അവർ വ്രതമെടുത്തവരാകണം. ഇതൊന്നും ഉണ്ടായില്ല. അവര് ദേവസ്വം ഉദ്യോഗസ്ഥന്മാരും വിവിധ ദേവസ്വങ്ങളിലെ കേരളത്തിലെ ഗുരുവായൂർ ദേവസ്വം ഉൾപ്പെടെയുള്ളവരുടെ ജീവനക്കാരെയാണ് അവിടെ കൊണ്ടിരുത്തിയത്. ആദ്യത്തെ ചില സീനുകൾ എടുത്തപ്പോൾ എനിക്ക് തോന്നുന്നത് ജനം TV-യുടെ ആളുകൾ തന്നെയാന്ന് തോന്നുന്നു. ആ സീനുകൾ എടുത്തപ്പം ആളില്ലാത്ത കസേര എടുത്തപ്പോ എന്തിനാ എടുക്കുന്നതെന്ന് ചോദിച്ചതൊക്കെ നിങ്ങൾ കാണിച്ചതും എനിക്ക് ഓർമ്മയുണ്ട്. ഇനി അത് കൂടാതെ തന്നെ അന്ന് ഇതുപോലെ ആഹാരം പാകം ചെയ്തിട്ട് ആ ആഹാരം പാകം ചെയ്ത അദ്ദേഹം പിന്നീട് ഈ ശബരിമല സ്വർണ്ണ പാളി കേസിൽ പ്രതിയായി.
മുരാരി ബാബു ആയിരുന്നു അന്ന് ആ ഭക്ഷണത്തിന്റെ ചുമതല ഉണ്ടായിരുന്നതാണ് പത്രവാർത്ത. അതെ. അദ്ദേഹം പ്രതിയായി. അപ്പൊ അതുകൊണ്ട് ആ പമ്പയിൽ നടത്തിയ അയ്യപ്പ സംഘം എന്ന് പറയുന്നത് ഗവൺമെന്റിനെ സത്യം പറഞ്ഞാൽ എതിരായി. വെറുതെ ഹിന്ദുക്കളുടെ വോട്ട് കിട്ടാൻ വേണ്ടി വിശ്വാസികളല്ലാത്തവരെ ഹിന്ദു ആചാരങ്ങളിൽ കൈകടത്താൻ പോകുമ്പോ കൈ പൊള്ളിപ്പോകും. ഇത് കൈ മാത്രമല്ല പൊള്ളി, ഇത് കയ്യും പൊള്ളി, കാലും പൊള്ളി, ഇപ്പൊ മുഖവും പൊള്ളി. മൊത്തത്തിൽ ജയിലിലാണ്. വെന്തിരിക്കുകയാണ്. അതെ, മൊത്തത്തിൽ വെന്തിരിക്കുകയാണ്. മാത്രമല്ല ജയിലിൽ കിടക്കുകയാണ്. ശബരിമലയെ നന്നാക്കാൻ പോയ ദേവസ്വം ബോർഡുകളുടെ ഭാരവാഹികള് ഒന്നൊന്നായി ജയിലിലേക്ക് പോവുകയാണ്. ഇവിടെ ഞാന് പണ്ട് VS അച്യുതാനന്ദൻ ബാലകൃഷ്ണപിള്ളയുടെ കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു കാര്യം ഓർക്കുകയാണ്. പൊതു പണം കട്ടെടുത്തവരെല്ലാം പൂജപ്പുരയിലേക്കെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. എല്ലാവർക്കും ഓർമ്മയുണ്ടാവും അത്. അപ്പൊ ആ പൊതുപണം സത്യത്തിൽ ഈ ശബരിമല ദേവസ്വത്തിന്റെ പണം എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പണമാണെങ്കിലും അത് സ്റ്റേറ്റിന്റെ ഗവൺമെന്റിന്റെ ഒരു പണമാണ്, ഖജനാവാണ്. അത് കൊള്ളയടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ സ്വർണം കൊള്ളയടിക്കപ്പെട്ടിട്ടൊക്കെ എത്ര കഥകൾ നമ്മൾ കേട്ടു. കഥകളല്ല വാസ്തവം. എന്റെ കയ്യിൽ കുറച്ച് സ്വർണ്ണമുണ്ട്, ഞാൻ അതുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിപ്പിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണെന്ന് ആലോചിച്ച് നോക്കൂ. ശബരിമലയിലത്തെ സ്വർണ്ണം എടുത്തിട്ടാ പറയുന്നത്, അല്ലാണ്ട് സ്വന്തം വീട്ടിലത്തെ അല്ല. അപ്പൊ അത്രയുമുള്ള സ്ഥിതിയിലേക്കൊക്കെ ഈ കാര്യങ്ങൾ എത്തിയിട്ട് പിന്നെ അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പ്രസക്തിയില്ല. അതിന് ചെലവാക്കിയ പണം 5 കോടി രൂപ എന്നിപ്പോ പറയുന്ന പണം ഉണ്ടല്ലോ, ആ പണം വെറുതെ ആയിപ്പോയി എന്നുള്ളതാണ്. ആ പണം വോട്ട് കിട്ടാൻ വേണ്ടി ചെലവാക്കിയതാണെന്ന് വ്യക്തമായിരിക്കുകയാണ്. മാത്രമല്ല അന്നും ജനങ്ങൾ ചിന്തിച്ചിട്ടില്ല. വാർത്താ മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കി, പക്ഷെ ജനങ്ങൾ കാര്യമായിട്ട് എടുത്തില്ല. കാരണം ശബരിമലയിൽ പോകുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മാലയിടുന്നു, വ്രതമെടുക്കുന്നു, ശബരിമലയിൽ പോകുന്നു, തിരിച്ചു വരുന്നു. അദ്ദേഹത്തിന് അവിടുത്തെ വികസനം എന്ന് പറയുന്നത് നടക്കാനൊരു പാത വേണം, ഇരിക്കാനൊരു സ്ഥലം വേണം, വിരിവയ്ക്കാൻ കുറച്ച് സ്ഥലം വേണം, ആഹാരം വേണം, കിട്ടാനുള്ള സംവിധാനം ഉണ്ടാക്കണം, കുടിവെള്ളം വേണം, പ്രാഥമിക ആവശ്യത്തിന് സൗകര്യം ഉണ്ടാക്കണം, ഭഗവാനെ തൊഴാനുള്ള ഒരു അവസരം ഉണ്ടാക്കണം. ഇത്ര അദ്ദേഹത്തിന് ആവശ്യമുള്ളൂ. അല്ലാണ്ട് ഇവര് പറയുന്ന പോലത്തെ ആവശ്യമൊന്നുമില്ല. ഇവര് വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് എന്തിനാ ഈ വെറുതെ കാട് കയറി ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത്? അപ്പൊ അയ്യപ്പ സംഗമം അത് പരാജയപ്പെട്ടെന്ന് മാത്രമല്ല, അത് ചർച്ചയില്ല. ഇപ്പൊ ചർച്ച കഴിഞ്ഞു. ഇപ്പൊ ചർച്ച ചെയ്യുന്ന അതിനുശേഷം ശ്രീ ബാബുവിന്റെ കൂട്ടരിൽ പമ്പാ സംഗമം നടത്തി. അതിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇതങ്ങ് അവഗണിച്ചാൽ മതിയായിരുന്നു. അവഗണിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഇപ്പതാ അയ്യപ്പ ഈ ശബരിമല ശാസ്താവിന്റെ സ്വർണ്ണപ്പാളി സ്വർണ്ണക്കഥക്, ദ്വാരപാലകരുടെ സ്വർണ്ണ കവചങ്ങള്, ഇതൊക്കെ പോയിരിക്കുകയാണ്. സ്വർണം പോയി, കോടികളുടെ സ്വർണം. ഇപ്പൊ കോടതി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ആലോചിക്കുകയാണ്, കോടതിയുടെ അന്വേഷണം ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും പുറത്തു വരില്ല. കാരണം പഴയ കാലത്തുള്ള തീവ്ര സമരങ്ങളൊന്നും നമ്മളെന്ത് കാണുന്നുമില്ല. അപ്പൊ അതുകൊണ്ട് കോടതിയെ ഇവിടെ ബഹുമാനിക്കുകയാണ്. കോടതിയുടെ അന്വേഷണ പ്രകാരം പുറത്തു വരുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ ശബരിമല ക്ഷേത്രം കൊള്ളയടിക്കപ്പെട്ടു എന്നുള്ളതാണ്, സ്വർണം കൊള്ളയടിക്കപ്പെട്ടു എന്നുള്ളതാണ്, പ്രതിസ്ഥാനത്ത് CPM ആണെന്നുള്ളതാണ്, ജയിലിലേക്ക് പോകുന്നത് CPM പ്രതിനിധികളും CPM നേതാക്കളും CPM-മായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമാണ് എന്നുള്ളതാണ്. അപ്പൊ ഈ കാര്യങ്ങൾ നോക്കുമ്പോൾ തിരികെ എത്താം. അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഹൈന്ദവ സംഘടനകൾ അന്ന് നടത്തിയത് വളരെ കൃത്യമായി തീർത്ഥാടകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് എന്താണ് അവിടെ നടക്കുന്നത് എന്നതടക്കം ലോകത്തെ ബോധ്യപ്പെടുത്താനുള്ളൊരു ശ്രമമായിരുന്നു.